നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ മരുമോള് ദേ അവിടെ ദുർമന്ത്രവാദം നടത്തുന്നു. എന്തോ ബ്ലാക്ക് മാജിക്കാ. ബ്ലാക്ക് മാജിക്കും ചാത്തൻ സേവയൊക്കെ ശരത്ത് മോന്റെ പരിപാടി. വ്രതം നോറ്റ് കുടുംബത്തിന് ഐശ്വര്യം വരണമെന്ന് ദേവിക മോള് പ്രാർത്ഥിക്കുക. ഓ, ഈ ഐശ്വര്യം എല്ലാം കൂടെ എവിടെ കൊണ്ടുപോയി വെക്കുമെന്നാ? കുറച്ച് നമുക്കേ മുറ്റത്തിട്ട് ഉണക്കാം. ഈ കുടുംബത്തെ കൊടിയ വിഷങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ദേവിക മോള് വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാ. ഇന്ന് ജലപാനം ഇല്ലെന്നാ പറഞ്ഞത്. നിത്യമോൾക്കും സുതിമോന്റെ ഹൃദയത്തിനും വേണ്ടിയാണത്രേ പ്രാർത്ഥന. പിന്നല്ലാതെ തിന്നാനും കുടിക്കാനും ഉള്ളതൊക്കെ അവള് നേരത്തെ കട്ടിലിന്റെ കീഴിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അവളല്ലേ ആള്. അരിമുറുക്ക് പാട്ടയും തലയെ ചുമന്നോണം നടക്കുന്ന അമ്മയ്ക്ക് അതേ അറിയത്തുള്ളൂ. അമ്മ അകത്ത് പോയിരുന്ന മഹാദേവനോട് പ്രാർത്ഥിക്കും. അനായാസേന മരണം വിനാദൈന്യേന ജീവിതം ദേഹീമേ കൃപയാം ശംഭു ത്വയ് ഭക്തിമ ചഞ്ചല. ദൈവമേ, എനിക്ക് അങ്ങയുടെ കാരുണ്യം കൊണ്ട് അവസാന കാലത്ത് രോഗദുരിതങ്ങളില്ലാത്ത കിടന്നു നരകിക്കാത്ത സുഖമരണം ലഭിക്കണേന്ന്. നമഃ ശിവായ. ഓം നമഃ ശിവായ. ചേച്ചി പെട്ടെന്ന്, എനിക്ക് കോടതി പോണ്ടതാ. പെടക്കാതെടാ, നിനക്ക് മാത്രമല്ല ചന്ദ്രമോക്കും കോടതി പോണ്ടതാ. ആ, ചന്ദ്രമോള് ചന്ദ്രനിലേക്ക് പോട്ടെ, അതിനിപ്പോ ഞാനെന്ത് വേണം? ആഹാ, മോൾ ഓഫീസിൽ പോകാൻ റെഡിയായോ? ആ, ഒരുങ്ങിയ സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കേ. ചേച്ചിയമ്മയ്ക്ക് അടുക്കളയിൽ ഇതൊരു പണിയുണ്ട്. ചട്നി ഒഴിക്കട്ടെ? ചട്നി പിന്നെ ചാടിക്കാറില്ലല്ലോ, ഞാൻ ഒഴിച്ചോളാം. ഞാൻ ഒഴിച്ചുതരാം. മതി. കഴിക്ക് കഴിക്ക് സിദ്ധുട്ടാ. ചന്ദ്ര കഴിക്കുന്നില്ലേ? സിദ്ധുട്ടൻ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. അതാ അതിന്റെ ശരി. അതെന്താ? അല്ല, സിദ്ധുട്ടൻ കഴിക്കുന്ന കണ്ടോണ്ടിരിക്കാൻ നല്ല രസാ. അതെന്താ, ഞാൻ വല്ല കൊരങ്ങനാണോ? അതെന്താ അങ്ങനെ പറഞ്ഞ? സിദ്ധുട്ടൻ സുന്ദരനല്ലേ? അല്ല, കൊരങ്ങൻ പഴം തിന്നുന്ന കാണാൻ നല്ല കൗതുകമാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ സിദ്ധുട്ടൻ്റെ ഒരു തമാശ. അച്ഛൻ നാളെ വരും. വരട്ടെ. അവൻ പോയോ? ഇത് കണ്ടോ ചേച്ചിയമ്മ? ഞാൻ ബാക്കി കഴിക്കാതിരിക്കാനായി സിദ്ധുട്ടൻ പ്ലേറ്റ് മടിച്ചു കഴിച്ചു. അതിനാണോ ഈ സങ്കടം? എന്റെ ഒറ്റപുത്രി, ഇതൊക്കെ അവന്റെ കുസൃതിയല്ലേ. പകരം ചേച്ചിയമ്മ 2 ദോശ മുറിച്ച് പെട്ടെന്ന് കഴിച്ചിട്ട് അവന്റെ കൂടെ പോവാൻ നോക്ക്. ആ, അങ്ങോട്ട് വേഗം കഴിക്കേ. മതി. ആ, ഇത്തിരി കൂടി മതി ചേച്ചിയമ്മ. ഇതും കൂടി കഴിക്കേ. സിദ്ധുട്ടൻ പോവും.
ചന്ദ്രമോളും വരുന്നുണ്ട്. എനിക്കല്പം തിരക്കുണ്ട്. തൽക്കാലം തിരക്കണ്ട. ഒരു കൃത്യനിഷ്ഠക്കാരൻ. അവിടെ നിക്ക് നീ. ചന്ദ്രേ, മോളെ ചന്ദ്രേ. നിനക്കൊന്ന് അപ്പിയർ ചെയ്യാൻ വല്ല കേസുണ്ടോ കോടതിയിൽ? ഉണ്ടടാ, മീശമാധവന്റെ മോഷണ കേസ്. നീ പോ നോക്ക്. ഓ, ഇത്ര നേരം വലിയ ധൃതിക്കാരനായിരുന്നല്ലോ. പോയിട്ടില്ല ചേച്ചിയമ്മേ. ശരി മോളെ. മനോഹരേട്ടൻ ഇരുന്ന് ചിരിക്കുന്നു. ഏ എന്നതാണോ മനോഹര? ഒരേ ഒരു പെങ്കൊച്ചകത്ത് ഇങ്ങനെ കിടക്കുമ്പോ നിനക്ക് മാത്രം ഒരു ചീ. എൻ്റെ അമ്മ, വലിയ വലിയ സങ്കടങ്ങൾ തരുമ്പം ദൈവം നമുക്കേ കുഞ്ഞു കുഞ്ഞു ഫലിത ബിന്ദുക്കൾ ഇട്ടു തരും. അങ്ങ് മോളിന്ന് അതിലൊരു ഫലിത ബിന്ദു ഈ പത്രത്തിൽ വീണ് കിടപ്പുണ്ട്. ദേ കാണ. വല്ല പരിചയമുണ്ടോ ഇവരെ? അമ്മയുടെ അനിയത്തി കയറി അങ്ങ് ഫേമസ് ആയി കേട്ടോ. ഇനിയിപ്പോ വൈറൽ ഫാമിനി എന്ന് പേരിടാം. മോളെ, എന്നാ ഇതൊന്ന് ഉറക്ക വായിച്ച് കേൾപ്പിച്ചേ. എറണാകുളം കാക്കനാട് സ്വകാര്യ പണ ഇടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെക്കാൻ ശ്രമിച്ച വ്യാജസിദ്ധനും ഭാര്യയും അറസ്റ്റിൽ. ബ്രഹ്മശ്രീ സോമൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പോലീസ് റെക്കോർഡിൽ മായാവി സോമൻ എന്ന പേരുള്ള പനങ്ങാട് സോമൻ, ഭാര്യ ഭാമിനി എന്നിവരാണ് തൃക്കാക്കര പോലീസിന്റെ പിടിയിലായത്. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായല്ലോ. പൊട്ടനെ ആരാണ്ട് ചതിച്ച ആ ചതിച്ചവനെ ദൈവം ചതിക്കുമെന്ന് പറഞ്ഞു കേട്ടത് സത്യമാണെന്ന്. ഇനി കുറച്ചു കാലം അകത്ത് കിടക്കാം. അത് മാത്രല്ല അച്ഛാ, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി ഏതാണ്ട് 30ഓളം കേസുകൾ ഇവരുടെ പേരിൽ വേറെയും ഉണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്.